നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. ഇത്തവണ കാട്ടാക്കട ഇങ്ങെടുക്കും സുരേഷ് ഗോപി. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിനു വേണ്ടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇത്തവണ BJP MLA-മാർ ഉണ്ടാകുമെന്ന്, അതിനോടൊപ്പം കാട്ടാക്കട ഇങ്ങ് എടുക്കുകയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി ചെല്ലേണ്ട കടമ BJPക്കാണെന്നും ജനങ്ങൾക്ക് വിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടി BJP മാത്രമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ വികസനം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് ഈ നാട്ടിലും ഉണ്ടാകേണ്ടതെന്നും കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുഖ്യ അതിഥിയായി. സ്ഥാനാർത്ഥിയായ PK കൃഷ്ണദാസിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BDJS ജില്ലാ പ്രസിഡന്റ് പരുത്തിപ്പള്ളി സുരേന്ദ്രൻ, BJP നേതാക്കളായ തകിടി അപ്പുക്കുട്ടൻ, വിളവൂർക്കൽ ഉണ്ണി, കാട്ടാക്കട ഹരി, എഴുത്താവൂർ ചന്ദ്രൻ, വിളപ്പിൽ ദീപ, കുന്നുവിള സുദേശ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PS മായ, P സൗമ്യ തുടങ്ങിയവരും പങ്കെടുത്തു. ശ്രീ കൃഷ്ണദാസിന്റെ 2026 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഓഫീസിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടി. പ്രചരണം നമ്മുടെ ഇടയിലല്ല വേണ്ടത്. പ്രചരണം ശക്തമാക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സജ്ജമായ ഒരു സദസ്സിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധ്യം എനിക്കുണ്ട്. വളരെ സാധാരണയല്ലാത്ത ഒരു വലിയ അന്തരീക്ഷം കേരളത്തിൽ രാഷ്ട്രീയപരമായി ഉയർന്നു വന്നിരിക്കുന്നു, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും അതിനുള്ള കളം ഒരുക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. ഇത്തവണ പ്രത്യേകതയുള്ളത് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ചെയ്യുന്ന ജനത, അത് രാഷ്ട്രീയ ബന്ധമുള്ളതും കുലബന്ധം പോലും ഇല്ലാത്തതുമായ പൗരന്മാരുടെ സമൂഹം, വോട്ട് ചെയ്യുന്ന സമൂഹം പുതിയ മനംമാറ്റത്തിന്റെ ദിശയിലാണ്. അതുവഴി അവരുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു തീരുമാനങ്ങളിലുമാണ് ഉറച്ച് തയ്യാറായി നിൽക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ഒരു 5 തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിച്ചെല്ലേണ്ട കടമ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ആഞ്ഞടിച്ചൊരു പ്രചരണത്തിന് പോലും നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സജ്ജമാണ്. അവരുടെ അത്യാവശ്യകത എന്താണ്, മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ അത്യാവശ്യം എന്താണെന്നുള്ളത് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊരുക്കുന്ന പുതിയ കളങ്ങളിലെ രാജാക്കന്മാരാകാൻ നമ്മൾ എല്ലാവരും സജ്ജമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത.